അപ്പോൾ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗൗരിശങ്കരത്തില് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയായിരുന്നു കയറി വന്നിരുന്നത്. ഗംഗ എന്നായിരുന്നു ആ ഒരു അതിഥിയുടെ പേര്. അതായത് മഹാദേവന്റെ ഒരു അടുത്ത ബന്ധുവിന്റെ മകളാണ്. അങ്ങനെ അവര് ശങ്കറും ഈ ഗംഗയും കൂടി കുട്ടിക്കാലത്തുള്ള ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഗംഗയുടെ വരവോടുകൂടി ഗൗരിക്ക് ചില സമാധാനക്കേടുകളാണ് വന്നിരിക്കുന്നത്. കാരണം ഗംഗയുടെ ആ ഒരു പെരുമാറ്റം തന്റെ ശങ്കറിനെ അടിച്ചു മാറ്റാനുള്ള ഒരു വിധിയാണോ, അങ്ങനത്തെ ഒരു രീതിയിൽ ഗൗരിക്ക് അത് ഏൽക്കുന്നുണ്ട്. അപ്പം ഗൗരിക്ക് ഗംഗയുടെ ആ ഒരു പെരുമാറ്റം ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ശങ്കറിന്റെ അടുത്തുള്ള ഒരു കൊഞ്ചിക്കൊഴയുന്ന ഒരു സ്വഭാവമൊന്നും. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ വന്ന ആ ദിവസം തന്നെ നമ്മുടെ ഗംഗയ്ക്കിട്ട് ഗൗരി ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പണി അതേപോലെ കറങ്ങി തിരിഞ്ഞ് നേരെ ശങ്കറിന്റെ നേർക്കെയാണ് വന്നത്. അങ്ങനെ ആ ഒരു പണിയുടെ പേരിൽ ശങ്കർ ഇപ്പോൾ ഭയങ്കരമായിട്ട് വയറ് കേടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഗംഗ കാരണം ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കാൻ പോവാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇനി അവരുടെ ജീവിതങ്ങളെ എങ്ങനെയൊക്കെ മാറി മറിയും എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു ചാരങ്ങാട്ട് നടന്നത്. അങ്ങനെ ശങ്കർ ഭയങ്കരമായിട്ട് വയറുവേദനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ് ഗൗരി വരുന്നത്. അപ്പോൾ ഗൗരിയുടെ സംസാരത്തിൽ നിന്നും ശങ്കറിന് മനസ്സിലായി ഗൗരിയാണ് ഒരു 8ന്റെ പണി തന്നതെന്ന്. അങ്ങനെ അതിനെപ്പറ്റി ശങ്കർ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഗൗരി പറഞ്ഞത്, ഞാൻ ആ ഒരു പണി ഗംഗയ്ക്കാണ് കൊടുത്തത്. പക്ഷേ ആ ഒരു നിറം സിനിമയെ പോലെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. കാരണം അവളുടെ ആ ഒരു സംസാരവും സ്വഭാവവും ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ കുടിക്കാൻ വെച്ചിരുന്ന ആ ഒരു കോഫിയിൽ ഞാൻ സോപ്പ് പൊടി കലക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അവൾക്ക് കൊടുക്കാതിരുന്നത്. പക്ഷെ അത് മേടിച്ച് നിങ്ങൾ കുടിച്ചത് കൊണ്ട് തന്നെ ആ ഒരു സംഭവം മാറി. എന്തായാലും ഇത് ഒരു വാണിംഗ് മാത്രമാണ്. ഇത് അവസാനത്തെ ഒരു ചോയ്സാണ്. ഇനി ഇതേപോലത്തെ സംഭവങ്ങൾ ഉണ്ടാവുകയോ ഗംഗയുടെ പെരുമാറ്റം ഇങ്ങനെ വരികയോ നിങ്ങളെ കൊഞ്ചിക്കൊഴയാനൊക്കെ ആയിട്ട് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലത്തെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് ഗൗരി ഒരു താക്കീതും കൂടി നൽകിയിട്ട് പോവുകയാണ്. എന്നാൽ ഈ ഒരു താക്കീതോടുകൂടി ഈ ഒരു സംഭവത്തോടുകൂടി ശങ്കറിന് മനസ്സിലായി ഒരു പ്രൊഫസറിന്റെ മകളായിട്ടുള്ള ഗൗരി അല്ല ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഗൗരിയുടെ ഉള്ളിലെ ഇങ്ങനത്തെ ഒരു സ്വഭാവം, അതായത് ഗൗരിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഉണ്ട്. എന്തായാലും ഗൗരിയെ സൂക്ഷിച്ചേ മതിയാവൂ എന്ന് ശങ്കറിന് മനസ്സിലായി. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ വേണി ഭയങ്കര പണിയിലാണ്. കാരണം തന്റെ ഗർഭനാടകം ഇത്രയും ഒരു പണി തനിക്ക് തരുമെന്ന് വേണി ഒട്ടും പ്രതീക്ഷിച്ചില്ല. മുത്തശ്ശിയാണെങ്കിൽ ഒരുപാട് ചവറൊക്കെ ഇങ്ങനെ വാരി വാരി ഇട്ട് കൊടുക്കുവാണ്. വേണി ഇത് തൂത്തോണ്ടിരിക്കും തോറും മുത്തശ്ശി ചവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ആണെങ്കിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഒരു സുഖപ്രസവം ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ടാണ് മുത്തശ്ശി ഇങ്ങനെ ജോലി ചെയ്യിക്കുന്നത്. പക്ഷെ ഈ ഒരു ജോലി ചെയ്യുന്നത് വേണി ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നിയത് ആദർശനാണ്. കാരണം ആദർശ് പോയി വേണിയെ കളിയാക്കുന്നുണ്ട്. കാരണം നിനക്ക് ഇങ്ങനെയെങ്കിലും നിനക്ക് ഇവിടെ അനങ്ങിയൊക്കെ ജോലി ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞ് നീ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും അങ്ങനെ ഇത് നന്ദിനിയമ്മയും പ്രൊഫസറും കാണുകയും അങ്ങനെ വേണിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണി നീ ഇത് തൂത്തത് മതി ഞാൻ തൂത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും മുത്തശ്ശി അത് ആദ്യം സമ്മതിച്ചില്ല. പിന്നെ അവര് നിർബന്ധിച്ചപ്പോൾ മുത്തശ്ശി ദേഷ്യത്തോടെ ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യും എന്നിട്ട് ദേഷ്യത്തോടെ പോയതിനു ശേഷം മുത്തശ്ശി പറയുവാണ്, വേണി സുഖപ്രസവം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ പല ജോലികളും ഇനി വേണിക്ക് കൊടുക്കും, അത് നിങ്ങളായിട്ട് ഇടപെടാൻ വരരുത് എന്ന് മുത്തശ്ശി ഒരു ദേഷ്യത്തോടെ സംസാരിച്ചിട്ടാണ് പോകുന്നത്. എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ ആദർശന് ഒരുപാട് സന്തോഷമായി. നീ എന്തായാലും നല്ലപോലെ ജോലി ചെയ്യും വേണി എന്നൊക്കെ പറഞ്ഞ് വേണിയെ പ്രോത്സാഹിപ്പിക്കുക. ഈ സമയത്താണ് പെട്ടെന്ന് ശിവരഞ്ജിനിയുടെ കോള് വരികയും ആദർശിന്റെ മുഖം ഒന്ന് മാറി ആദർശ് പേടിച്ച് അങ്ങോട്ട് മാറി പോവാണ്. എന്തായാലും വേണിക്ക് മനസ്സിലായത് ശിവരഞ്ജിനിയുടെ കോളാണെന്ന്. അങ്ങനെ വേണി പുറകെ പോയി ആദർശ റൂമിൽ നിൽക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, അവള് കോൾ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? പക്ഷെ ഞാൻ കോൾ എടുത്തില്ല, എനിക്ക് വയ്യ, കോൾ എടുക്കാൻ വയ്യ, അവളുടെ വട്ട് സ്വഭാവം കണ്ടിട്ട് എനിക്ക് ഒട്ടും പിടിക്കത്തില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ വേണി പറഞ്ഞത്, എന്തായാലും ഇതിന് നമുക്കൊരു തിരിച്ചടി കൊടുക്കണം, എന്തായാലും അവക്ക് ഒരു വട്ട് സ്വഭാവമല്ലേ, അപ്പോൾ നിങ്ങൾ എന്തായാലും ജോലിക്ക് ബാങ്കിലോട്ട് പോ, എന്നിട്ട് അവളുടെ ഈ ഒരു രീതിയും അവളെ ഞാൻ നേരെയാക്കി എടുത്തോളാം, പറഞ്ഞ് മനസ്സിലാക്കിയാലൊന്നും നന്നാവത്തില്ല, അവക്കൊരു 8ന്റെ പണി കൊടുത്തേനെ ഞാൻ നന്നാക്കിക്കൊള്ളാം എന്ന് വേണി ആദർശന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശിവരഞ്ജിനിക്ക് വേണ്ടിയുള്ള ഒരു മാസ്റ്റർ പ്ലാന് വേണിയും ആദർശൻ തയ്യാറാക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ചാരങ്ങാട്ട് തറവാട്ടില് മറ്റൊരു സംഭവം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വേണി അടുക്കളയിൽ നല്ലപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേലക്കാരിയും അടുത്തുണ്ട്. അങ്ങനെ ജോലി ചെയ്യുമ്പോഴാണ് ഒരു ചെലങ്കയുടെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ചെലങ്കയുടെ ശബ്ദം കേട്ടപ്പോൾ അത് ആരാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ജോലിക്കാരി പറയുന്നത് അത് ഗംഗമോളാണെന്നും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണെന്നുള്ള കാര്യങ്ങൾ പറയുന്നത്.
അതിൻ്റെ കൂടെ തന്നെ ഗംഗ ഇപ്പോഴാണോ വരുന്നത്, അല്ലെങ്കിൽ അവർ കുഞ്ഞുനാൾ മുതലേ ഫ്രണ്ട്സാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഞ്ഞുനാൾ മുതലും നമ്മുടെ ഗംഗയും ശങ്കറും നല്ല ഫ്രണ്ടാണെന്നും അവർ നല്ലപോലെ കളിച്ച് ചിരിച്ച് വളർന്നവരാണെന്നും ഒരുപാട് നാൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഗംഗ പിന്നെ അങ്ങ് ബാംഗ്ലൂർ പോകുന്നതും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശങ്കർ ഇപ്പോൾ ഗംഗയെ വിളിച്ചുകൊണ്ട് വരുമെന്നും അത് വേറെ ജോലിക്ക് പോകുമ്പോൾ വഴിയെ വിളിച്ചുകൊണ്ട് വരുന്നതല്ല, ഗംഗയെ വിളിക്കാൻ വേണ്ടി മാത്രം ശങ്കർ ബാംഗ്ലൂർ വരെ പോവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ ജോലിക്കാരി ഗൗരിയോട് പറയുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. കുഞ്ഞുനാൾ മുതൽ എല്ലാവരും പറയുമായിരുന്നു ഗംഗയും ശങ്കറുമാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. കാരണം അവരുടെ ആ ഒരു കെമിസ്ട്രിയും അവരുടെ ആ ഒരു കളിയും ചിരിയും സൗഹൃദവും ഒക്കെ കാണുമ്പോൾ അവർ തമ്മിലാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്നാൽ പ്രതീക്ഷിക്കാതെയാണ് ഗൗരിയും ശങ്കറും തമ്മിലുള്ള വിവാഹം നടന്നതെന്നും, പക്ഷെ അത് എന്തുകൊണ്ട് ആ വിവാഹം നടക്കാതെ പോയി എന്ന് അറിയത്തില്ല, അതിനെപ്പറ്റി ഗൗരിക്ക് അറിയാമോ എന്ന് ജോലിക്കാർ ചോദിക്കുമ്പോൾ ഇത് കേട്ടിട്ട് ഗൗരിക്ക് ഭയങ്കര ദേഷ്യം വന്ന് ഗൗരി ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ്. എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഗൗരി ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങൾ അവർക്കിടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ശബ്ദം കേട്ടിട്ട് ഡാൻസ് എങ്ങനെയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഗൗരി പോകുമ്പോൾ ഗംഗ ഡാൻസ് കളിക്കുന്നത് കണ്ടു. അങ്ങനെ ഡാൻസ് എല്ലാം കളിച്ചതിന് ശേഷം ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്. അതും ലൈവിലൂടെ തന്നെ ശങ്കറിനോട് ചോദിക്കുമ്പോൾ ശങ്കർ നല്ല കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഗംഗ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. രാധാമണിയും മഹാദേവനും അതുപോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗൗരി ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര ദേഷ്യത്തിൽ വന്ന് നിൽക്കുകയും ഗൗരിയോട് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ ഗൗരി അത് എനിക്ക് പറ്റത്തില്ല ഗംഗ, എനിക്ക് അത്യാവശ്യമായിട്ട് ജോലിയുണ്ട്, ഞാൻ അടുക്കളയിലോട്ട് പോവാണെന്ന് പറഞ്ഞ് ഗൗരി ദേഷ്യത്തോടെ കയറി പോവാണ്. ശങ്കറിന് മനസ്സിലായി ഗൗരിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ശങ്കറിന് മനസ്സിലായി. എന്നാൽ വീണ്ടും ഗംഗ ശങ്കറിനോട് കുറച്ചുകൂടി അടുത്ത് ഇടപഴകുന്നത് കണ്ടപ്പോൾ മഹാദേവന് ഒരു പ്ലാൻ മനസ്സിലായി. കാരണം ശങ്കറും ഗംഗയും കൂടി ഒന്നുകൂടി ഇടപഴകി അടുത്തായി കഴിഞ്ഞാൽ, അവരെ തമ്മിൽ ഒന്നായി കഴിഞ്ഞാൽ ഗൗരി ഇവിടെ നിന്ന് ഈസി ആയിട്ട് അടിച്ചു പുറത്താക്കാമെന്നുള്ള രീതിയിലാണ് മഹാദേവൻ മനസ്സിൽ ഇങ്ങനെ കണക്ക് കൂട്ടിയത്. അപ്പോൾ മഹാദേവന്റെ മനസ്സിൽ വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇനി ആ ഒരു മാസ്റ്റർ പ്ലാൻ കാരണം ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇനി ഗൗരിയും ശങ്കറും തമ്മിൽ അടിച്ചു പിരിയുമോ? എന്തായാലും ഗൗരിയും ശങ്കറും തമ്മിൽ അങ്ങനെ പിരിയാനുള്ള സാധ്യതയില്ല. കാരണം അവരത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അവരത്രത്തോളം ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഗംഗ കാരണം ഏതൊരു പെണ്ണ് വന്നു കഴിഞ്ഞാലും ഒരാളുടെ കുടുംബജീവിതം തകർക്കാം എന്നുള്ളത് ഈസിയല്ലേ. അപ്പോൾ ഗംഗ കാരണം ഇനി ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാതിരിക്കും. ബൈ.